ഹലോ, എല്ലാ കൂട്ടുകാർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോയെക്കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പ്ലാന്റ്സ് അയക്കുക DTDC കൊറിയർ സർവീസ് വഴിയാണ്. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും അതിൻ്റെ സൈസും റേറ്റും വീഡിയോയിലുണ്ടാവും. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്നാണ് പ്ലാന്റ്സ് അയക്കുക എന്ന് കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ ആ ഡേറ്റിൽ തന്നെ നമ്മൾ പ്ലാന്റ് അയക്കും. അപ്പോൾ അത്രയും വരെ വെയിറ്റ് ചെയ്യാവുന്നവർ മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. ഇനിയുള്ള ഓർഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ വെനസ്ഡേ, തേഴ്സ്ഡേ ദിവസങ്ങളിലായിട്ടായിരിക്കും അയക്കുക. അതിന് മുകളിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലൊക്കെ നമുക്ക് മാക്സിമം ഓർഡേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ബൊഹീമിയ പ്ലാന്റ് ആണ്. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബൊഹീമിയ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കാം. കവറോട് കൂടി തന്നെ ആയിരിക്കും ഈ പ്ലാന്റ് നമ്മൾ അയക്കുക. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 180 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് ബൊഹീമിയ. അപ്പോൾ ഇത് തന്നെ നമ്മൾ പല റേറ്റിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 180 ആണ് റേറ്റ് വരിക. അടുത്തത് വരിക ഒരു യെല്ലോ മിനിയേച്ചർ എക്സോറ വെറൈറ്റി ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ചെറിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തതും ഒരു മിനിയേച്ചർ എക്സോറയാണ്. പിങ്ക് മിനിയേച്ചർ എക്സോറയാണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന സൈസാണ്. മിക്ക പ്ലാന്റ്സിലും മുട്ടുകളായിട്ടുണ്ട്. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകളാവാറായിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക സാൻഡൽ എക്സോറയാണ്. ഇതാണ് പൂക്കളുടെ കളറ് വരിക. നല്ല ഭംഗിയുള്ള ഒരു എക്സോറയാണ്. ലീഫിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നിലവിൽ നമുക്ക് പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവില്ല. ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് വരിക. മുട്ടുകളായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി വരിക ഈ കാണുന്ന പൂക്കളുണ്ടാവുന്ന എക്സോറയാണ്. ഇത് നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത എക്സോറ വരുന്നത് ഇതുപോലെ നാരോ ലീഫിൽ വരുന്ന ഒരു റെഡ് കളറിൽ ഫ്ലവർ തരുന്ന എക്സോറ വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ. ഇതുപോലെ കുടം പോലെയാണ് പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരിക എക്സോറ മിനി ആണ്. റെഡ് കളറാണ് ഫ്ലവർ വരിക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നാരോ ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണിത്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലോറോപെറ്റലം പ്ലാന്റ് ആണ്. നല്ലൊരു ചോക്ലേറ്റ് കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണിത്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. ഇതിന് 75 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് പനാമ റോസ് ആണ്. 2 കളറും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു ഓറഞ്ച് കളറും അതുപോലെ തന്നെ പിങ്കും അവൈലബിൾ ആണ്. റൗണ്ടലേഷ്യ എന്നും പറയും ഈ ഒരു പ്ലാന്റിന്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണേ. അടുത്തത് വരിക പനാമ റോസ് പിങ്ക് ആണ്. ഇതാണ് പൂക്കൾ. ഇതൊന്നും സീസണൽ പ്ലാന്റ് അല്ല. സീസണില്ലാതെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ്. ഇതിനും റേറ്റ് വരുന്നത് 80 രൂപ തന്നെയാണ്. അടുത്ത പ്ലാന്റ് വരിക ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ്സ് മിക്കവാറും പേര് വാട്സപ്പിൽ ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ്. ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു റോസാണ് ഓർക്കിഡ് റോസ്. മുള്ളില്ലാത്ത റോസ് എന്നുകൂടി ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 150 രൂപയാണ് ഓർക്കിഡ് റോസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരിക ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ഇതുപോലെ മെറൂൺ കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ലോലിപോപ്പ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടോളൂ. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക യെസ്റ്റർഡേ ടുഡേ ടുമോറോയാണ്.
പേര് പോലെ തന്നെ 3 ദിവസങ്ങളിൽ 3 കളറിലായിരിക്കും ഓരോ പൂവും കളർ ചേഞ്ച് ചെയ്ത് വരിക. പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന സൈസാണ്. നിലവിലെ പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവില്ല, നല്ല സ്മെല്ലോട് കൂടിയ പൂക്കളാണ്. ഇത് നാടൻ വെറൈറ്റിയാണ്, യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ. ഹൈബ്രിഡിലും ഇതേ പൂക്കൾ തന്നെയാണ്, പക്ഷേ ഹൈബ്രിഡിൽ പൂക്കൾക്ക് മണം ഉണ്ടാവില്ല, കുറച്ചുകൂടി വലിയ പൂക്കളായിരിക്കും, പക്ഷേ സ്മെല്ലുണ്ടാവില്ല. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി റേറ്റ് വരുന്നത് 80 രൂപയും നാടൻ വെറൈറ്റി 100 രൂപയുമാണ് വരിക. അടുത്ത പ്ലാന്റ് വരിക കിളിക്ക് ചെടിയാണ്. ഈ പ്ലാന്റ് മിക്കവർക്കും അറിയാം, ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിന് 65 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇതാണ് പൂക്കൾ. ഇതും സീസണൽ പ്ലാന്റ് അല്ല, എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് വയലറ്റ് ജാസ്മിൻ. അപ്പോൾ പ്ലാന്റ് സൈസ് ഈ കാണുന്ന സൈസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക യെല്ലോ മെലസ്റ്റോമയാണ്. നമ്മുടെ സാധാരണ കാണുന്ന മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഇലകളാണ്. പൂക്കൾ സെയിം തന്നെയാണ്, യെല്ലോ കളർ ആയിരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ കഴിയുന്ന ഒരു മെലസ്റ്റോമ പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്നതാണ്. ഇതിന് 90 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക പവിഴമല്ലിയാണ്. പവിഴമല്ലിയുടെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുള്ളത് 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക വൈസ്രോയി ചെമ്പരത്തിയാണ്. നല്ലൊരു പിങ്ക് കളറിൽ ഇതുപോലെ ചെറിയ പൂക്കളോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് വൈസ്രോയി ചെമ്പരത്തി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു കളർ മാത്രമേ വൈസ്രോയി ചെമ്പരത്തിയിൽ നമ്മൾ സാധാരണ കാണാറുള്ളൂ. ഇതിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ബോക്സ് യുജീനിയ അല്ലെങ്കിൽ ഡയമണ്ട് യുജീനിയ ആണ്. ഈ ഷേപ്പിലുള്ള ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 70 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക പിങ്ക് പെട്രിയ അല്ലെങ്കിൽ ഓർക്കിഡ് ഷവർ, കോഞ്ചിയ എന്നൊക്കെ പേര് പറയാറുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഒരുപാട് നാൾ നിൽക്കുന്ന പൂക്കളാണ്. അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. മിക്ക പ്ലാന്റ്സിലും മുട്ടുകളായിട്ടുണ്ട്, ഇത് മുട്ടുകളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 100 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബ്രൈഡൽ ബൊക്കെയാണ്. നമുക്കിതൊരു ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ കഴിയുന്ന പ്ലാന്റ് ആണ്. നല്ല സ്മെല്ലോട് കൂടിയ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതുപോലെ നമുക്ക് പടർത്തി വിട്ട് വളർത്താൻ കഴിയുന്ന പ്ലാന്റ് ആണ്. പൂക്കുന്ന സമയത്ത് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്ന സൈസ് പ്ലാന്റ് ആയിരിക്കും. ഇതിന് 80 രൂപയായിരിക്കും റേറ്റ് വരിക. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ. ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. അതല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേര് അയച്ചു തന്നാലും മതി. വാട്സപ്പിൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ള പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.